ED ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കൈക്കൂലി കേസിലെ പരാതിക്കാരന്റെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയെന്ന വാർത്ത. അനീഷ് ബാബുവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള മുഴുവൻ സ്വത്തുക്കളുമാണ് ED കണ്ടുകെട്ടിയത്. അനീഷ് ബാബുവിൻ്റെ പരാതിയിലാണ് ED അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെ പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. വിഷ്ണു സുരേഷ് മറ്റ് അപ്ഡേറ്റുമായി ചേരുന്നു. പറയൂ വിഷ്ണു. ഗുഡ് മോർണിംഗ്. അനീഷ് ബാബുവിനെതിരെ ഈ കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടാണ് ECIR ഇട്ട് കേസന്വേഷണം നടത്തിയത്. ഈ കേസ് ഒതുക്കി തീർക്കാൻ ED ഉദ്യോഗസ്ഥർ 2 കോടി രൂപ വാങ്ങി എന്ന് 2 കോടി രൂപ ആവശ്യപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ച് അനീഷ് വിജിലൻസിൽ പരാതി നൽകുകയും പിന്നെ വിജിലൻസ് കേസെടുത്ത് 3 പേരെ അറസ്റ്റ് ചെയ്യുകയും അതിൽ 1-ാം പ്രതിയായി കൊച്ചിയിലെ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ പ്രതി ചേർത്ത് കേസെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ കേസ് എടുത്ത ഘട്ടത്തിനാണ് പിന്നാലെ വീണ്ടും അനീഷിനെ സമൻസ് അയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. EDയുടേത് ഒരു പ്രതികാര നടപടി എന്നാണ് അനീഷ് കോടതിയിലടക്കം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ED ഈ കേസുമായി ബന്ധപ്പെട്ട് ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ആദ്യപടി എന്ന രീതിയിലാണ് അനീഷ് ബാബുവിന്റെയും ബന്ധുക്കളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. കൊല്ലത്തുള്ള അവരുടെ വീടും അതോടൊപ്പം റബ്ബർ എസ്റ്റേറ്റ് അടങ്ങിയ വസ്തുക്കളാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. എത്ര രൂപയുടെ സ്വത്തുക്കളാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് ED തന്നെ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ED നാളെ അനീഷിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുള്ള പശ്ചാത്തലത്തിൽ അനീഷ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് അനീഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഒരു പ്രതികാര നടപടിയാണ് EDയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നാണ് അനീഷിന്റെ വാദം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.